വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചൊരു തോരനാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് പാവയ്ക്കയാണ്. പാവയ്ക്ക ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കരിവേപ്പില, പച്ചമുളക്, ഉപ്പുപൊടി, കടുക്, വറ്റൽമുളക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. അപ്പോൾ കടുക് ഇട്ട് ഒരു കഷ്ണം വറ്റൽമുളക്, കരിവേപ്പില, പച്ചമുളക് ഒന്നിളക്കി കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. പാവയ്ക്ക അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇതൊരു ഫ്ലേവറിന് മാത്രമാണ്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് എരിവും ഉപ്പും എല്ലാം ഇതിൽ പിടിക്കട്ടെ. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങ ചേർക്കണം. ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ട് വരാം. അടപ്പ് തുറന്ന് നോക്കാം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ കൂടെ യോജിപ്പിച്ച് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റിൽ നമ്മുടെ പാവയ്ക്ക തയ്യാറാകും. ഇതിങ്ങനെ പാവയ്ക്ക ഉണ്ടാക്കുകയാണെങ്കിൽ കയ്പ്പൊന്നും അറിയില്ല. നല്ല ടേസ്റ്റോടുകൂടി പാവയ്ക്ക കഴിക്കാത്തവരും കഴിച്ചു പോകും. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പാവയ്ക്ക തോരൻ തയ്യാറായി കഴിഞ്ഞു. വ്യത്യസ്തമായ രുചികളുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്.